Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്നത് കമോഡിറ്റി ട്രേഡിംഗ്. നിങ്ങൾ നാച്ചുറൽ ഗ്യാസ് ട്രേഡിംഗ് ചെയ്യുന്ന ആളാണ്. നാച്ചുറൽ ഗ്യാസിന് മിനിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റ് ടൈമിൽ ഒരു സിഗ്നൽ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകണം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ലൈവിലൊരു ട്രേഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ് 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. എട്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. പുതിയ ഓപ്ഷൻസ് സ്ട്രാറ്റജീസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കയറി അപ്ഡേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഓഫീസ് ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് എടുത്താൽ നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് എൻട്രി പിക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് മാർക്കറ്റ് റേറ്റ്, ഇപ്പോഴത്തെ റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണിത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റെഡ് ഡൗൺ ആരോ സെല്ലിയാനുള്ള ഇൻഡിക്കേഷൻ ആണ്, ഗ്രീൻ വരുന്നത് ബൈയുടെ ഇൻഡിക്കേഷൻ ആണ്, സിഗ്നൽസ് ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ലാസ്റ്റ് സെല്ല് കിട്ടിയത് ഇപ്പോൾ കണ്ടിന്യൂ ആണ്. 302 നമുക്ക് സെല്ല് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സെല്ല് ചെയ്യണം. നമ്മൾ ജസ്റ്റ് 2 കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ആ കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. അതായത് സോഫ്റ്റ്വെയർ തരുന്ന എല്ലാ എൻട്രീസും എടുക്കണ്ട എന്നർത്ഥം. അപ്പോൾ കൺഫർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞുതരാം. അത് നമുക്കൊരു സെൽ സിഗ്നലാണ് വരുന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്തെ ബാർ കൊണ്ടോ അത് ഇതുപോലെ തന്നെ റെഡിലോട്ട് വരണം. അതുപോലെ പ്രൈസ് സോൺ എന്തായിരിക്കണം, സെൽ സോൺ ആയിരിക്കണം. സെല്ലാണെങ്കിൽ സോണും സെല്ല് തന്നെ ആയിരിക്കണം. അതായത് ആരോ വന്നതിന് ശേഷം താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽ സോൺ ആണെങ്കിൽ ആ ട്രേഡ് കൺഫേം നടത്താം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഇത് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിലോ വൈസ് വേഴ്സ നമുക്ക് ആരോ കിട്ടിക്കഴിഞ്ഞാൽ ബൈസിക്കിൾ ആണെങ്കിൽ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ തന്നെ ആയിരിക്കണം. അവിടെ പ്രൈസ് എന്തായിരിക്കണം, സോൺ എന്തായിരിക്കണം, സെൽ സോൺ മാറി ബൈ സോണിലോട്ട് വരണം. മനസ്സിലായി? അപ്പോൾ 2 കൺഫർമേഷൻ ഉള്ള ട്രേഡ് പിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് വന്ന് സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജും വരും, സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ആയിട്ട് മെയിലിൽ എഴുതി കാണിക്കും. അപ്പം തന്നെ നമുക്ക് ടാർഗറ്റും കിട്ടും. 3 ടാർഗറ്റും കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് എല്ലാം അടിച്ചു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് ഒരു ബൈ വന്ന് എന്തായിരുന്നു, അത് കൺഫേം അല്ലായിരുന്നു. കാരണം നമ്മുടെ കൺഫർമേഷൻ പാറ്റേൺ അത് താഴത്തെ ബാറൊന്നും കൺഫേം അല്ല. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അതുവഴി ഇത്തരത്തിലുള്ള ഫേക്ക് എൻട്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കമോഡിറ്റി മാത്രമല്ല, വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, പഠിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് സൈഡ് വൈസ് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലോട്ട് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണോ പഠിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ലൈവായിട്ട് ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.